ദൈവീക ദൗത്യം തികച്ച് അക്കരെ നാട്ടിലേക്ക് യാത്രയായ മോളിയാൻറ്റി 1955 ഒക്ടോബർ 27 മുണ്ട നിൽക്കുന്നതിൽ വി ജോർജിൻ്റെയും പെണ്ണമ്മ ജോർജിൻ്റെയും 5 മക്കളിൽ 3ാമത്തെ മകളായി മോളിയാൻറ്റി എന്ന ഏലിയാമാറ്റി മാത്യു ജനിച്ചു. 1977 ഓഗസ്റ്റ് 25 പ്രിയപ്പെട്ട തമ്പി മാത്യുവിനെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. വിവാഹത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പഠന സംബന്ധമായ ആവശ്യങ്ങൾക്കായി ജബൽപൂരിലേക്ക് യാത്ര തിരിച്ചു. 1978 അവസാന പാദത്തിൽ കുടുംബമായി മസ്കറ്റിലേക്ക് യാത്ര തിരിച്ചു. അവിടെ CMI കമ്പനി, ഒമാൻ സ്റ്റേറ്റ് ന്യൂസ് പേപ്പർ കമ്പനി എന്നിവയിൽ ജോലി ചെയ്തു. 1978 മുതൽ 1989 വരെ മസ്കറ്റിൽ താമസിച്ച കാലയളവിൽ ആത്മീയമായി ഭൗതികമായി ദൈവം ഈ ദമ്പതികളെ അനുഗ്രഹിച്ചു. 3 മക്കളും 1 മകളെയും കർത്താവ് ദാനമായി നൽകി. മൂത്ത മകൻ ജോൺസൺ, 2ാമൻ പീറ്റർ, 3ാമൻ ഡോക്ടർ ജെൻസൺ, 4ാമത്തെ മകൾ പ്രിസില്ല. ദൈവികമായ ഈ അനുഗ്രഹങ്ങളോടൊപ്പം തന്നെ വിട്ടുമാറാതെ തന്നെ പിന്തുടർന്ന ചില ശാരീരികമായ രോഗങ്ങൾ തൻ്റെ ജീവിതത്തെ കഠിനമായി പരീക്ഷിച്ചു. 4 മക്കൾക്കും ജന്മം നൽകുന്ന നിമിഷങ്ങളിൽ ആ രോഗം അത്യന്തം ശക്തിയായി തന്നെ അലട്ടിയെങ്കിലും കർത്താവിൻ്റെ നിത്യമായ കരുതൽ എല്ലായ്പ്പോഴും സംരക്ഷിച്ചു പോന്നു. This is for His glory. I wanted to live for Him alone. That's my whole life. I want to live for Him. Right now I have some difficulty in walking. That is the balance in walking. But God is good. 1989 അമേരിക്കയിലേക്ക് കുടിയേറിയ കുടുംബം ആദ്യം ന്യൂജേഴ്സിയിലും തുടർന്ന് ടെന്നസി സ്റ്റേറ്റിലും താമസമാക്കി. അവിടെ തമ്പിച്ചായൻ ചർച്ച് ഓഫ് ഗോഡ് സ്കൂൾ ഓഫ് തിയോളജി എന്ന സെമിനാരിയിൽ ചേർന്ന് ദൈവശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടി. ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നിട്ടും തൻ്റെ ജീവിത പങ്കാളിയുടെ ശുശ്രൂഷകൾക്ക് ഒരു നിഴലായി പ്രാർത്ഥനയും സമർപ്പണത്തിൻ്റെയും ശക്തിയായി ശ്രീമതി മോളിയാൻറ്റി ഒപ്പം നിന്നു. 1999 കുടുംബമായി അറ്റ്ലാന്റയിലേക്ക് താമസം മാറിയ ശേഷം ഒരു ക്രിസ്തീയ ബുക്ക് സ്റ്റാൾ അവിടെ സ്ഥാപിച്ചു. അവിടെ നടന്ന പ്രാർത്ഥനാ കൂട്ടായ്മകൾ അനേകർക്ക് ജീവിതത്തിന് അനുഗ്രഹവും രൂപാന്തരവുമായി തീർന്നു. 2003 ഹൃദയത്തിലെ മൈട്രൽ വാൽവ് മാറ്റിവയ്ക്കുന്ന ഗുരുതര ശസ്ത്രക്രിയ ആൻറ്റിയെ മരണത്തോട് മുഖാമുഖം നിർത്തി. 1.5 മാസം ആശുപത്രിവാസം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ മോളിയാൻറ്റി വീണ്ടും കർത്താവിന്റെ വേലയിൽ സജീവമായി. ഒരു ദിവസം ബുക്ക് സ്റ്റാളിലെത്തിയ ഒരു കൊള്ളക്കാരന്റെ തോക്കിൻ മുനയിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമായ ദൈവിക സംരക്ഷണത്തിന്റെ വലിയ സാക്ഷ്യമായി മാറി. 2021 ഏകമൾ പ്രിസില്ല ഭർത്താവിനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും വിട്ട് നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. കഠിനമായ ഈ ശോധന ഹൃദയത്തെ തകർത്തുവെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് കുടുംബത്തോടൊന്നിച്ച് ശുശ്രൂഷയിൽ തുടർന്നു. 2023 ഓഗസ്റ്റ് 29 ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിലായ ആൻറ്റി ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. 8 സെക്കൻഡോളം ഹൃദയം നിശ്ചലമായിട്ടും കർത്താവ് ജീവൻ തിരികെ നൽകി. Children, thank you Jesus. Lord Jesus, bless them in the name of glory of Jesus. Lord, pray for Johnson, Chrissy and Jay. പിന്നീടുണ്ടായ ശക്തമായ അപസ്മാരവും തലക്കേറ്റ ഗുരുതര പരിക്കുകളും വെന്റിലേറ്ററിലേക്കും ദീർഘമായ ആശുപത്രിവാസത്തിലേക്കും മോളിയാൻറ്റിയെ നയിച്ചു. 3 മാസത്തെ ആശുപത്രിവാസവും തുടർന്ന് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ദിവസങ്ങളും എല്ലാം തന്നെ വിശ്വാസത്തിന്റെ തീയിൽ ശുദ്ധീകരിക്കപ്പെട്ട ജീവിത സാക്ഷ്യമായി മാറി. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കുട്ടികളുടെ ശുശ്രൂഷ ചെയ്യുന്ന എക്സൽ മിനിസ്ട്രീസിന്റെ വളർച്ചയിൽ തമ്പിച്ചായനോടൊന്നിച്ച് മോളിയാൻറ്റി വഹിച്ച പങ്ക് വലിയതായിരുന്നു. ഭാരതത്തിലെ ഗ്രാമങ്ങളിലെ ദൈവീക പ്രവർത്തനങ്ങൾ തൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും മോളിയാൻറ്റി പിന്തുടർന്നു.
ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കുക എന്ന തമ്പിച്ചാൻ്റെ ആഗ്രഹത്തോടൊന്നിച്ച് ശ്രീമതി മോളി ആൻറ്റിയും പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും വലിയ സഹായമായി കൂടെ നിന്നു. ശാരീരിക ബലഹീനതകൾക്കിടയിലും മുഖത്ത് ദൈവകൃപയുടെ ശാന്തതയും ഹൃദയത്തിൽ നിത്യപ്രത്യാശയും നാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളും നിറഞ്ഞ ദൈവഭക്തയായിരുന്നു ശ്രീമതി മോളി ആൻറ്റി. പകൽക്കാലം കൂടി എൻ്റെ കർത്താവ് എനിക്ക് ജീപ്പാൻ തക്കോണം നളി തന്നോർത്ത് നന്ദിയല്ലാതെ ഒന്നും പറയുവാനില്ല. അവിടുത്തെ വിശ്വസ്ത മേഘങ്ങളോളം വലുതാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയുവാനായിട്ടിടയായി. കഴിഞ്ഞ ഏകദേശം 1 വർഷമായി അടിയും കടന്നുപോയ പലവിധമായ സാഹചര്യത്തിൽ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം വഴി നടത്തി. ഓരോ ദിവസവും അത്ഭുതകരമായിട്ട് വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഈ ശരീരത്തിലെ കഷ്ടങ്ങൾ നിത്യതയിലെ മഹത്വത്തിന്റെ നിഴലുകൾ മാത്രമാണ് എന്ന് വിശ്വാസത്തോടെ എപ്പോഴും പറഞ്ഞിരുന്ന ആന്റിയുടെ വാക്കുകൾ ഇന്നും അനേകരെ ആശ്വസിപ്പിക്കുന്നു. കർത്താവിൽ തളരാതെ നടന്ന ഒരു ഉത്തമ ഭാര്യയും അമ്മയും ദൈവദാസിയുമായിരുന്നു ശ്രീമതി മോളി. വേദനയിൽ വിശ്വാസം എങ്ങനെ ജയം പ്രാപിക്കുന്നു എന്നതിൻ്റെ ഉത്തമ സാക്ഷ്യമായിരുന്നു ആ ജീവിതം. ഈ ഭൂമിയിലെ ജീവിതയാത്ര അവസാനിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത ആ നിത്യനാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മുടെ പ്രിയ കർത്താവ് വിശുദ്ധന്മാരുമായി വരുമ്പോൾ ആ കൂട്ടത്തിൽ പ്രിയ ആൻറ്റിയെയും കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ എക്സൽ മിനിസ്ട്രീസ് കുടുംബാംഗങ്ങൾ ഏവരും യാത്രാമൊഴി നേരുന്നു.